ബിഗ് ബോസിലെ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റാ റീൽസിനകത്ത് ഒരു പ്രത്യേക റീൽ വന്നിട്ടുണ്ട്. ബിഗ് ബോസ് വാട്ട് ഇഫ് ബിഗ് ബോസ് വാസ് എ ഫീൽ ഗുഡ് മൂവി എന്ന് പറഞ്ഞിട്ടാണ്. അതിനകത്ത് എല്ലാവരുടെയും ബന്ധങ്ങളാണ് കാണിക്കുന്നത്. ബന്ധങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ചിലപ്പം ഒരു ആത്മബന്ധം ഉണ്ടാവും ബിഗ് ബോസിനകത്ത്. പക്ഷേ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാകുന്ന ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ്. ചിലപ്പോൾ ശത്രുക്കളായിരിക്കും മിത്രങ്ങളായിട്ടുണ്ടാവുക. ഇതിനകത്ത് കാണുന്നതെല്ലാം ചിലപ്പോൾ ഗെയിമിൻ്റെ ഭാഗമാകാം, ചിലപ്പോൾ റിയൽ ആകാം, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ശരിക്കുമുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും ബിഗ് ബോസ് വീട്ടിൻ്റെ പുറത്താണ്, ബിഗ് ബോസ് ശേഷമാണ്. അത് നമ്മൾ പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. പിന്നെ ആദിലയും നൂറയും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനകത്തും പുറത്തുമെല്ലാം ബന്ധമുള്ള രണ്ട് കണ്ടസ്റ്റൻ്റായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് രാവിലെയും അനീഷുമായിട്ട് ആദില ബഹളമുണ്ടാക്കി, വഴക്കുണ്ടാക്കി. അനീഷും ബഹളം ഉണ്ടാക്കി ആദിലയായിട്ട്. അതിനുശേഷമാണ് അനീഷിനെ ഫാൻ സോൺ കോൺടെസ്റ്റിൽ അനീഷിനെ തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് അറിഞ്ഞത്. ഇതിനകത്ത് ആദിലയും നൂറയിലും ഏറ്റവും നല്ല ഗെയിമർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നൂറേനെയാണ്. കാര്യം നൂറയ്ക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നൂറ നന്നായിട്ട് ദേഷ്യമുണ്ടെങ്കിലും കൂടി അത് പുറമേ വളരെ കുറവായിരിക്കും. കാര്യം നൂറ ഇവിടെ ഗെയിമാണ് കളിക്കുന്നത്. ആദില അങ്ങനെയല്ല. ആദില കുറച്ചും കൂടെ ട്രാൻസ്പാരൻ്റ് ആണ് നൂറയെ കാട്ടി. എന്താണോ ദേഷ്യം അത് പുള്ളിക്കാരി കാണിച്ചിരിക്കും. പുള്ളിക്കാരിക്ക് അധികം ഫേക്കായിട്ട് നിൽക്കാൻ പറ്റത്തില്ല അധികം നാള്. സേഫ് ഗെയിമേഴ്സായിട്ട് അവർ നിന്നു ആദ്യത്തെ മാസം. പക്ഷെ പിന്നെ ആദിലെ അതങ്ങ് മാറി വന്നു. ഇവിടെ അനീഷിനെ ഫാൻ കോൺടെസ്റ്റിൽ തിരഞ്ഞെടുത്തത് അപ്പം തന്നെ നൂറ ഇവിടെ ആദിലയോട് പറയണം, നീ എന്തിനാണ് ഇത്രയും ദേഷ്യമൊക്കെ കാണിക്കുന്നത്, കുറച്ചൊക്കെ ഒന്ന് ഇതാക്കണം, ഞാൻ നിന്നെ ജയിൽ നോമിനേറ്റ് ചെയ്യും. അപ്പോൾ ആദില പറയണു, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ചെയ്തത് തെറ്റാണോ, എനിക്ക് അങ്ങനെ എനിക്ക് ദേഷ്യം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, ഞാനത് കാണിക്കും. പിന്നെ എന്ത് പറയണം, അദ്ദേഹം എന്ന് വിളിക്കണോ, ഞാൻ ഇനി എന്ത് വിളിക്കണം, കണ്ണടയ്ക്കണോ, ഞാൻ ചിരിച്ചുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യണോ, ഞാൻ എല്ലാം സഹിക്കണോ എന്നൊക്കെ ആദില ദേഷ്യപ്പെട്ട് നൂറയോട് പറയുന്നു. നൂറ പറയുന്നുണ്ട്, എല്ലാ കാര്യത്തിലും നീ ഇതാവണ്ട, പക്ഷെ കുറച്ചൊക്കെ നീ ദേഷ്യം കൺട്രോൾ ചെയ്യണം. കാര്യം നൂറയ്ക്കൊരു പേടി, അതായത് പുറത്ത് നെഗറ്റീവ് ആയോ. കാര്യം അനീഷിനെ ഫാൻസ് ഓൺ കോൺടെസ്റ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഫാൻസ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മളായിരുന്നു, ആദിലയായിരുന്നു ഫാൻസ് ഓൺ കോൺടെസ്റ്റിൽ തിരഞ്ഞെടുത്തത്. ഇനി അനീഷിന് ഫാൻസ് വന്നോ? ഇനി ഇവർ ആദില ഇങ്ങനെ പെരുമാറിയത് കാരണം അനീഷ് പോസിറ്റീവായി ആദില നെഗറ്റീവ് ആവുകയായിരുന്നോ? ഇങ്ങനത്തെ ഡൗട്ടുകളെല്ലാം സ്വാഭാവികമായിട്ടും നൂറയ്ക്ക് വന്നിട്ടുണ്ട്. അതാണ് നൂറ ഇവിടെ ആദിലേനെ ഉപദേശിക്കുന്നത്. ഇന്ന് മിക്കവാറും നൂറ ആദിലേനെ ജയിൽ നോമിനേറ്റ് ചെയ്യും എന്ന് പറയുന്നു. നിങ്ങൾ ആദിലയും നൂറയും ആസ് എ ഗെയിമേഴ്സ് ആരെയാണ് നിങ്ങൾക്ക് ഗെയിമറായിട്ട് കാണുന്നത്? പറയൂ, കമൻറ്റ് ചെയ്യൂ എല്ലാവരും.